ഏഷ്യാനെറ്റിൽ പൊടുന്നനെ ഒരു ബ്രേക്കിംഗ് പൊട്ടി പുറപ്പെട്ടിട്ടുണ്ട്. സ്വാഭാവികം. വഖഫ് ചർച്ചയുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ രണ്ട് കുറുമുന്നണികൾ പ്രതിസന്ധിയിലായിരിക്കുന്ന സന്ദർഭം. അതും ഒരു വിഭാഗക്കാരുടെ നേതാക്കന്മാർ ചർച്ചയിൽ പങ്കെടുക്കാതെ വിട്ടുനിന്നത് ജനങ്ങളുടെ ആത്മരോഷത്തിനിടയാക്കിയപ്പോൾ, മറ്റൊന്ന് സ്വത്ത് തട്ടിയെടുക്കാനുള്ള ശ്രമത്തിൽ ഒരു മതവിഭാഗം വല്ലാത്ത വൈകാരികതയിലേക്ക് നീങ്ങുമ്പോൾ ആ ചർച്ച മാധ്യമങ്ങളിൽ നിന്ന് വഴിതിരിക്കാൻ തന്ത്രപരമായിട്ടുള്ള നീക്കമാണ് കോൺഗ്രസും സംഘപരിവാറും കേരളത്തിലെടുത്ത് പയറ്റിയിരിക്കുന്നത്. മാസപ്പടി കേസ് ഹൈക്കോടതി എടുത്ത് തോട്ടിലെറിഞ്ഞതിന് പിന്നാലെ വീണ വിജയനെ പ്രതി ചേർക്കാൻ SFIOയുടെ കുറ്റപത്രം, അതായത് കേന്ദ്ര സർക്കാരിൻ്റെ വേട്ടപ്പട്ടികളായിട്ടുള്ള ED ഈ അടുത്ത ദിവസം കൊടകര കുഴൽപ്പണ കേസുമായി ബന്ധപ്പെട്ട് ഒരു കുറ്റപത്രം സമർപ്പിച്ചത് നാട് കണ്ടതാണ്. കുഴൽപ്പണം കൊണ്ടുവന്ന സംഘപരിവാറുകാരെ എല്ലാം വെള്ളപൂശിക്കൊണ്ടൊരു കുറ്റപത്രം നൽകിയതുപോലെ തന്നെ SFIO എന്ന കേന്ദ്ര സർക്കാരിൻ്റെ വേട്ടപ്പട്ടികളായിട്ടുള്ള മറ്റൊരു അന്വേഷണ ഏജൻസി, അവർ പൊടുന്നനെ ഒരു കുറ്റപത്രം ഡൽഹി ഹൈക്കോടതിയിൽ കൊടുത്തിരിക്കുകയാണ്. മുഖ്യമന്ത്രിയുടെ മകൾ സേവനം നൽകാതെ 2.7 കോടി രൂപ കൈപ്പറ്റിയത്ര. എങ്ങനെ? ബാങ്ക് അക്കൗണ്ടിലൂടെ. ഈ ലോകത്താദ്യമായിട്ട് ഒരാൾ സേവനം ചെയ്യാത്ത തുക GST അടച്ച് ബാങ്ക് അക്കൗണ്ടിലൂടെ കൈപ്പറ്റി. അതാണ് ചെയ്തിരിക്കുന്ന മഹാ അപരാധം. അതായത് നമ്മുടെ നാട്ടിൽ ആരെങ്കിലുമൊക്കെ ചെയ്യാത്ത സേവനത്തിനോ അല്ലെങ്കിൽ കമ്മീഷനായിട്ടുള്ള തുകയെല്ലാം ബാങ്ക് അക്കൗണ്ടുകൾ വഴിയാണല്ലോ വാങ്ങിക്കുന്നതെന്ന സാമാന്യ ലോജിക്കൊക്കെ അവിടെ നിൽക്കട്ടെ. പക്ഷേ ഈ വാർത്ത ബ്രേക്ക് ചെയ്തിരിക്കുന്നത് കേന്ദ്രമന്ത്രിയായിരുന്ന രാജീവ് ചന്ദ്രശേഖരൻ്റെ ചാനലായിട്ടുള്ള ഏഷ്യാനെറ്റാണ്. അവിടെ പൊളിയുന്നുണ്ട് ഈ വാർത്ത. ഏഷ്യാനെറ്റ് ബിഗ് ബ്രേക്കിംഗ് എന്നുള്ള നിലയ്ക്ക് ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് തിരുവനന്തപുരത്ത് നിന്നാണ്. എവിടെ നിന്ന്? തിരുവനന്തപുരത്ത് നിന്ന്. ഇത് എവിടെ സംഭവിച്ച വാർത്തയാണ്? അങ്ങ് ഡൽഹിയിൽ. പ്രശാന്ത് രഘുവംശം ഉൾപ്പെടെയുള്ള സീനിയർ റിപ്പോർട്ടർമാരുള്ള ഡൽഹിയിൽ SFIO സമർപ്പിച്ച റിപ്പോർട്ട് ഏത് കോടതിയിൽ? ഡൽഹി കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ട് കേന്ദ്രമന്ത്രിയായിരുന്ന രാജീവ് ചന്ദ്രശേഖരൻ BJP സംസ്ഥാന അധ്യക്ഷനായിട്ടിരിക്കുന്ന ഈ തിരുവനന്തപുരത്ത് അവരുടെ ബ്യൂറോയിലേക്ക് കൊടുത്ത് റിപ്പോർട്ട് ചെയ്യിച്ചെങ്കിൽ അതിൽ ഇടപെടലുണ്ടെന്ന് ആരും പറഞ്ഞു കളയല്ലേ. ഇനി അവിടെയും നിൽക്കട്ടെ. ഇത്രയും വലിയൊരു ബിഗ് ബ്രേക്കിംഗ് വരുമ്പോൾ ഏഷ്യാനെറ്റ് സ്വാഭാവികമായിട്ടും ആ വാർത്ത റിപ്പോർട്ട് ചെയ്യിക്കേണ്ടത് ആരെക്കൊണ്ടാണ്? ഏതെങ്കിലും ഒരു സീനിയർ ആളെ കൊണ്ട് റിപ്പോർട്ട് ചെയ്യിക്കണ്ടേ? അവിടെയും പിഴച്ചിരിക്കുന്നു. അവിടെയും പലരും ധൈര്യപ്പെട്ടില്ല എന്ന് വേണം അതിനെ സംബന്ധിച്ച് ചിന്തിക്കാൻ. ഏഞ്ചൽ എന്ന താരതമ്യേന വളരെ ജൂനിയർ ആയിട്ടുള്ള ഒരു റിപ്പോർട്ടറെ കൊണ്ട് എന്തിന് ഇത്രയും വലിയൊരു ബിഗ് ബ്രേക്കിംഗ് അവർ റിപ്പോർട്ട് ചെയ്യിക്കേണ്ടി വന്നു? അവിടെ തുടങ്ങുന്നു ചോദ്യം. KG കമലേഷ്, അരുൺകുമാർ, CP അർജിത തുടങ്ങി സീനിയർ റിപ്പോർട്ടർമാർ SFIO മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെ കൊടുത്ത റിപ്പോർട്ട്, അത്രയും വലിയൊരു റിപ്പോർട്ട്, അതിനെ സംബന്ധിച്ച് വാർത്ത കൊടുക്കാനായിട്ട് തലസ്ഥാനത്തെ സീനിയർ റിപ്പോർട്ടർമാരാരും തയ്യാറായില്ല എന്നുള്ള യാഥാർത്ഥ്യം അവിടെ നിൽക്കുകയാണ്. അവിടെയാണ് ജൂനിയർ ആയിട്ടുള്ള ഒരു ചാവേറിനെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഇങ്ങനെ ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അതിന് പിന്നാലെ കോൺഗ്രസ് നേതാക്കന്മാർ വരിവരിയായി നിന്നിട്ട് ഏഷ്യാനെറ്റിൽ പ്രതികരണം കൊടുക്കുകയാണ്. മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെടണം. അതിന് തൊട്ടു മുന്നോടിയായിട്ട് ആ ആചാരത്തിന് ഉദ്ഘാടനം നിർവഹിച്ചത് ആരെന്നറിയോ? ഏഷ്യാനെറ്റിൻ്റെ മുതലാളിയായിട്ടുള്ള രാജീവ് ചന്ദ്രശേഖരനാണ്. ആ രാജീവ് ചന്ദ്രശേഖരൻ ഈ വാർത്ത ഏഷ്യാനെറ്റിലൂടെ ബ്രേക്ക് ചെയ്യിച്ചതിന് ശേഷം മാധ്യമങ്ങളെ കണ്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ വാക്കും ശരീരഭാഷയും നോക്കൂ, ഒരിക്കലും അതൊരു പ്ലാന്റഡ് വാർത്തയാണെന്ന് അത് കണ്ടിട്ട് ആരും പറഞ്ഞുകളയല്ലേ. ഞാനിപ്പോ വരുമ്പോ ഫോണിൽ കണ്ടു ഇങ്ങനെ ഒരു ന്യൂസ് വന്നിട്ടുണ്ടെന്ന്. ഇത് സത്യമാണെങ്കിൽ ഇന്നലെ നമുക്ക് പാർലമെന്റിൽ കണ്ടത് ഒരു പ്രീണന രാഷ്ട്രീയത്തിന്റെ ഒരു എക്സാമ്പിളില് LDFും കോൺഗ്രസും എക്സ്പോസ് ആവുന്നു. ഇന്ന് ഇത് സത്യമാണെങ്കിൽ ഒരു അഴിമതിന്റെ രാഷ്ട്രീയം നമ്മൾ കാണുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ ഇന്ന് ഡയറക്റ്റായിട്ട് പറയുന്നത്, പിണറായി വിജയൻ ഇന്ന് രാജിവെക്കണം. ഇതിൽ ഒറ്റ ഡിലേ ഉണ്ടാവാൻ പാടില്ല. ഇതിൽ ഒരു നല്ല ഇൻവെസ്റ്റിഗേഷൻ നടക്കണം. അതുകൊണ്ട് ഞങ്ങളുടെ ഒരു പാർട്ടിന്റെ ഒരു ഡിസിഷനാണ്, പിണറായി വിജയൻ ഇന്ന് രാജിവെക്കണം. ഇത് അഴിമതി, ഭയങ്കര ഒരു സീരിയസ് അഴിമതിന്റെ കേസാണ്. അപ്പോൾ അതിന്റെ ഇൻവെസ്റ്റിഗേഷൻ ആവുന്നവരെ പിണറായി വിജയൻ രാജിവെക്കണം എന്നാണ് ഞാൻ പറയുന്നത്. വഖഫുമായി ബന്ധപ്പെട്ട് ചർച്ചകളിൽ പങ്കെടുക്കാതെ രാഹുൽ ഗാന്ധി മാറിയിരുന്നതും പ്രിയങ്ക ഗാന്ധി വിദേശത്ത് പോയതും കേരളത്തിൽ കോൺഗ്രസിനെതിരെ വലിയ വികാരം ന്യൂനപക്ഷങ്ങൾക്കിടയിൽ സൃഷ്ടിക്കപ്പെടുന്ന സാഹചര്യമുണ്ടായി. പിന്നാലെ വഖഫ് ബില്ല് അവതരിപ്പിച്ച, അത് കൊണ്ടുവന്ന് അവരുടെ സ്വത്ത് തട്ടിയെടുക്കാൻ ശ്രമിക്കുന്ന സംഘപരിവാറിനെതിരെയും ആ വികാരം ആളിപ്പടരാൻ ശ്രമിച്ചതും അത് ഇടതുപക്ഷത്തിന് അനുകൂലമാകുമെന്നുള്ളൊരു സാഹചര്യം എത്തിയപ്പോൾ ചർച്ചകൾ മൊത്തത്തിൽ വഴിതിരിക്കണം. കേരളത്തിൽ നടക്കുന്ന കുറുമുന്നണികളുടെ കൂട്ടുകച്ചവടം എന്താണെന്ന് തെളിയിക്കുന്ന മറ്റൊരു സന്ദർഭമാണ്. SFIO വന്നിപ്പോൾ മൂക്ക് ചെത്തുമെന്നാണ് പറയുന്നത്. മൂക്കൊന്നും ചെത്തണ്ട. ഇന്നത്തെ ദിവസം മാധ്യമങ്ങളിലെ ചർച്ച വഴിമാറ്റണം.
രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ചർച്ചയിൽ പങ്കെടുക്കാത്ത വിഷയത്തിൽ ഉണ്ടായിരിക്കുന്ന ജനവികാരത്തെ ഉടനടി വഴിമാറ്റി വിടേണ്ടതുണ്ട്. ഇതിനുവേണ്ടി തന്ത്രപരമായിട്ട് കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ മകൾ എക്സാലോജിക് എന്നൊരു കമ്പനി മറ്റൊരു കമ്പനിക്ക് ചെയ്ത സേവനം അക്കൗണ്ടിലൂടെ പൈസ മേടിച്ചത് അഴിമതിയാണത്രേ. എത്ര വിദഗ്ധമായിട്ടുള്ള കഥ. ഏതെങ്കിലും കോടതി വരാന്തകളിൽ ചെന്ന് കഴിഞ്ഞാൽ ഒരിക്കലും നിലനിൽക്കാൻ പോകാത്ത ഒരു പുതിയ കഥയാണ്. നേരത്തെ മാസപ്പടി എങ്ങനെയാണോ ഹൈക്കോടതിയിലെത്തിയത്, അത് ചവറ്റുകുട്ടയിലേക്ക് വലിച്ചെറിഞ്ഞത്, അതേ അവസ്ഥ ഉണ്ടാകാൻ പോകുന്ന ഒരു പുതിയ കഥ. പൊടുന്നനെ ഇങ്ങനെ ഒരു റിപ്പോർട്ട് പുറത്തേക്ക് വരാൻ കാരണം യാതൊരു അന്വേഷണവുമില്ലാതെ മരവിച്ച് നിന്നൊരു സാഹചര്യത്തിൽ നിന്ന് ചില വേട്ടപ്പട്ടികളെ പിടിവള്ളിക്ക് വേണ്ടി നമ്മൾ ഇറക്കിവിടില്ലേ, ഏതുപോലെ കയ്യോടെ പിടിക്കപ്പെട്ട കൊടകരയിലെ കള്ളപ്പണം അത് കള്ളപ്പണമല്ല എന്ന് റിപ്പോർട്ട് കൊടുത്ത് BJPയെ വൈറ്റ് വാഷ് ചെയ്യിച്ച അതേ ഏജൻസികൾ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇവർ ആവശ്യപ്പെട്ട അതേ സന്ദർഭത്തിൽ വരുന്നുണ്ടെങ്കിൽ ആരെ രക്ഷിക്കാനാണ്? അത് മനസ്സിലാക്കാൻ അരിയാഹാരം കഴിക്കുന്നവർക്ക് അങ്ങ് പാഴൂർ പടിപ്പുര വരെ പോകേണ്ട കാര്യമില്ലെന്നേ. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വാർത്ത പൊടുന്നനെ വന്നപ്പോൾ ഏഷ്യാനെറ്റിൻ്റെ ഡൽഹി ബ്യൂറോയിലെ സീനിയർ റിപ്പോർട്ടർമാരുള്ളപ്പോൾ അവരെ കൊണ്ട് റിപ്പോർട്ട് ചെയ്യിക്കാതെ ഇങ്ങ് തിരുവനന്തപുരത്തെ ഒരു പാവം ചാവേറിനെ സൃഷ്ടിച്ച് അവരെ കൊണ്ട് ഇത് റിപ്പോർട്ട് ചെയ്യിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞാൽ, അതിന് സീനിയർ ആയിട്ടുള്ള ആൾക്കാർ പോലും തയ്യാറായിട്ടില്ല എന്ന് പറഞ്ഞാൽ അവിടെ ഈ പ്ലാന്റിംഗ് വാർത്തയിൽ തലവെക്കാനായിട്ട് പലർക്കും ധൈര്യമില്ല. പിന്നെ ഏഷ്യാനെറ്റിലെ മുതലാളിയുടെ അടിമയായിട്ടുള്ള സീനിയർ എച്ചിൽ ബോയ് വിനു വി ജോണിന് പിണറായി വിജയനോടുള്ള ചൊരുക്ക്, അതിനുവേണ്ടി അദ്ദേഹം മുൻപന്തിയിൽ നിന്നുകൊണ്ട് കോൺഗ്രസ് നേതാക്കന്മാരുമായിട്ടുള്ള ബന്ധങ്ങൾ വെച്ചിട്ട് ഈ വാർത്ത കത്തിക്കാൻ വേണ്ടി പരിശ്രമിക്കുമ്പോൾ അതെന്തിനു വേണ്ടി എന്ന് പറഞ്ഞാൽ ഈ നാട്ടിൽ ഒരു വിഭാഗത്തെ സംഘടിതമായി നിന്നുകൊണ്ട് ഇവർ വേട്ടയാടാൻ ശ്രമിക്കുന്ന കഥകൾ പുറത്തേക്ക് വരുമ്പോൾ അത് ചർച്ചയാകരുത്. മാധ്യമങ്ങളിലെ ചർച്ച വഴിമാറ്റാൻ വേണ്ടി നടത്തിയിരിക്കുന്ന നാറിയ നാടകമാണെന്ന് മനസ്സിലാക്കാൻ അല്പം ലോജിക്ക് മാത്രം മതി എന്ന് മാത്രമേ പറയാനുള്ളൂ.